തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് എസ് പ്രശാന്ത് മാധ്യമങ്ങളെ കാണുന്നുണ്ട്. അതിലേക്ക് നടപടികളുണ്ടാവും. ഈ പൊളിറ്റിക്കൽ വിമർശനവുമായി പിന്നെ വരുമ്പോ അതനുസരിച്ച് അന്വേഷണം നടത്തുക എന്നുള്ളതാണല്ലോ ഏറ്റവും പ്രധാനപ്പെട്ട പോംവഴി. അല്ല, അന്വേഷണം ഇല്ലാതെ ചാടിക്കയറി എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ? ഏതിനായാലും ഒരു അന്വേഷണമല്ലേ വേണ്ടത്. പ്രതിപക്ഷം എന്തിനാ ഇത്ര ഭയപ്പെടുന്നത്? ഞാൻ ചോദിക്കട്ടെ, ആദ്യമായി പിന്നെ ആരോപണം ഉന്നയിക്കുന്ന ആരാ? ആദ്യമായി ആരോപണം ഉന്നയിക്കുന്നത് ഈ ഉണ്ണികൃഷ്ണൻ പോറ്റിയല്ലേ. ഈ ഉണ്ണികൃഷ്ണൻ പോറ്റി ദേവസ്വം ബോർഡിനെ പ്രതിക്കൂട്ടിലാക്കിക്കൊണ്ട് ഒരു ആരോപണം വരുന്നു. ആ ആരോപണം അല്ല എന്ന് തെളിയിച്ചത് മാധ്യമങ്ങളല്ലല്ലോ, ആണോ? ആ ആരോപണം അതല്ല, അങ്ങനെയല്ല, അതിൽ കള്ളത്തരമാണ്. അയാളുടെ വീട്ടിൽ പീഠം മറച്ചു വെച്ചിട്ട് അയാൾ കള്ളം പറയുകയാണ്, ദേവസ്വം ബോർഡിനെ പ്രതിസ്ഥാനത്ത് നിൽക്കുകയാണെന്ന് കണ്ടുപിടിച്ചെടുത്ത് മാധ്യമങ്ങളല്ലല്ലോ, ദേവസ്വം ബോർഡിൻ്റെ വിജിലൻസ് തന്നെയല്ലേ. അപ്പോൾ അന്ന് അയാൾ മാധ്യമങ്ങളിലൂടെ ഇത് പറയുമ്പോൾ ആ കാര്യം ഏറ്റെടുത്തുകൊണ്ടല്ലേ പ്രതിപക്ഷ നേതാവ് ബോർഡിനെതിരെയും മന്ത്രിക്കെതിരെയും ആരോപണമായിട്ട് വന്നത്. എന്നിട്ടും അദ്ദേഹം പല ചിത്രങ്ങളും പല കോൺഗ്രസ് നേതാക്കന്മാരുമായി ബന്ധപ്പെട്ട ചിത്രങ്ങൾ വരുമ്പോഴും അദ്ദേഹം പറഞ്ഞ എന്താ, പൂജാരിയല്ലേ എന്നല്ലേ അദ്ദേഹം പറഞ്ഞത്. ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഞങ്ങൾക്ക് ന്യായീകരിക്കേണ്ട കാര്യമില്ല. ഈ ഉണ്ണികൃഷ്ണനെ സംബന്ധിച്ചിടത്തോളം ഉണ്ണികൃഷ്ണൻ പോറ്റി എന്ന് പറയുന്നത് ദുരൂഹത നടന്ന ഒരു വ്യക്തിത്വമാണ്, അതിലൊരു തർക്കവുമില്ല. അത് എപ്പോഴാണ് വെളിവാകുന്നത്? അദ്ദേഹം ആദ്യമായി ദേവസ്വം ബോർഡിനെതിരെ ഒരു ആരോപണം ഉന്നയിക്കുന്നു. അന്ന് അദ്ദേഹം വിശുദ്ധനായിരുന്നു. അത് പ്രതിപക്ഷ നേതാവിനും ഇവിടുത്തെ BJPയുടെ ബഹുമാന്യ നേതാക്കന്മാർക്കൊക്കെ അദ്ദേഹം വിശുദ്ധനായിരുന്നു. പിന്നീട് ദേവസ്വം വിജിലൻസ് അത് കണ്ടെത്തുമ്പോൾ അപ്പോഴും തള്ളിപ്പറയാൻ, ഈ ഉണ്ണികൃഷ്ണൻ പോറ്റിയെ തള്ളിപ്പറയാൻ ഇതുവരെ പ്രതിപക്ഷ നേതാവ് തയ്യാറായിട്ടില്ല. പുറത്തു എന്താ പലരുമായി ഞങ്ങൾ അതിനെയൊന്നും ചേർന്ന് നിന്നൊരു ഫോട്ടോ എടുത്താൽ കുറ്റക്കാരനാണെന്ന് ഞങ്ങൾ പറയുന്നില്ല. പക്ഷെ എന്തായാലും അന്വേഷണം നടക്കട്ടെ. ഇതെന്താ ഇത്ര അക്ഷമ? അന്വേഷണം വരട്ടെ. അന്വേഷണം വന്നിട്ട് അന്വേഷണത്തിന്റെ ഭാഗമായി ഇപ്പോഴത്തെ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് പ്രതിയാണെങ്കിൽ ശിക്ഷിക്കപ്പെടട്ടെ. അതിലെന്താ പ്രശ്നം? ഞങ്ങൾക്ക് യാതൊരു മടിയുമില്ല. അത് ദേവസ്വം വകുപ്പ്, ഇപ്പോഴത്തെ ദേവസ്വം വകുപ്പ് മന്ത്രിയായാലും ഞാനാണെങ്കിലും ഒരു അന്വേഷണം നടത്തി കുറ്റക്കാരനെന്ന് തെളിയിച്ചാൽ തീർച്ചയായിട്ടും ശിക്ഷിക്കപ്പെടണം. അതിലെന്താ സംശയം? ഞങ്ങളും അതേ പറയുന്നുള്ളൂ. നിങ്ങളൊന്ന് വെയിറ്റ് ചെയ്യൂ. നിങ്ങൾ നോക്കുക, എൻ്റെ വീട്ടിലേക്ക് ഇന്ന് യൂത്ത് കോൺഗ്രസ്സുകാർ പിന്നെ മാർച്ചിന് വരികയാണ്. വീട്ടിലിരുന്ന് അമ്മയും കുട്ടികളും എന്താ പഠിച്ചത്? അല്ലെങ്കിൽ തന്നെ നിങ്ങൾ പറയൂ, ഇത് എൻ്റെ കാലഘട്ടത്തിലാണോ അല്ലെങ്കിൽ ഞങ്ങളുടെയൊക്കെ കാലഘട്ടത്തിലാണോ ഇത് നടന്നത്? ഞങ്ങളുടെ കാലഘട്ടത്തിൽ ഇത് കൃത്യമായ മാനദണ്ഡ പ്രകാരം കൃത്യമായി ഏത് രീതിയിലാണോ ചെയ്യേണ്ടത് ആ രീതിയിലാണ് ചെയ്തിരിക്കുന്നത്. അത് ഞങ്ങൾക്കൊരു പിന്നെ ഒരു ആക്ഷേപം ഞങ്ങൾക്കെതിരെ കോടതി പോലും പറയുന്നില്ല. പറഞ്ഞ ഒരു ചെറിയ സാങ്കേതിക പ്രശ്നം മാത്രമാണ്. ഞങ്ങൾ കൃത്യമായ മാനദണ്ഡങ്ങൾ പാലിച്ചുകൊണ്ടാണ്. അതുകൊണ്ടാണ് ദേവസ്വം വകുപ്പ് മന്ത്രി എന്നുള്ള നിലയിൽ ശ്രീ VN വാസവനും ദേവസ്വം ബോർഡ് പ്രസിഡന്റ് എന്നുള്ള നിലയിൽ എനിക്കും ആത്മവിശ്വാസമുള്ളത്. ഞങ്ങളൊരു കാര്യവും വ്യക്തതയില്ലാതെയോ കൃത്യതയില്ലാതെയോ ചെയ്തിട്ടില്ല. ചില സാങ്കേതിക പ്രശ്നങ്ങൾ ഉണ്ടായിട്ടെങ്കിൽ അത് ക്ലിയർ കോടതിയോട് പറഞ്ഞിട്ടുമുണ്ട്. അപ്പം ഞാൻ പറയുന്നത്, നിങ്ങൾ തിടുക്കപ്പെടരുതേ, അന്വേഷണം വരട്ടെന്നേ. എൻ്റെ വീട്ടിലേക്ക്, എൻ്റെ ഭാര്യയും കുട്ടികളും താമസിക്കുന്ന എൻ്റെ വീട്ടിലേക്ക് ഒരു യൂത്ത് കോൺഗ്രസ്സുകാർ ധർണ നടത്തുന്നതിൽ പിന്നെ മാർച്ചുമായി വരുന്നതിൽ എന്തെങ്കിലും ധാർമ്മികതയുണ്ടോ? നിങ്ങൾ നോക്കൂ. അപ്പം ഇതൊക്കെ രാഷ്ട്രീയമാണ്. അതിനെ ഞങ്ങൾ അങ്ങനെയാണ് കാണുന്നത്. പ്രതിപക്ഷത്തിന് നിലവിലുള്ള ദേവസ്വം ബോർഡ് മന്ത്രിയുടെയും ദേവസ്വം പ്രസിഡന്റിൻ്റെയും രക്തം വേണം. അത് സ്വാഭാവികമാണ്. അവരാവശ്യപ്പെടട്ടെ. പക്ഷെ ഞങ്ങൾ പറയുന്നു, ഞങ്ങൾ എന്താണോ കോടതിയുടെ ആവശ്യം അതനുസരിച്ചാണ് കോടതി അന്വേഷണ ഏജൻസിയെ ഫിക്സ് ചെയ്ത് തന്നിരിക്കുന്നത്. ഞങ്ങളതിനെ സ്വാഗതം ചെയ്യുന്നു. അന്വേഷണം നടക്കട്ടെ. ഞാൻ പ്രതിയാണെങ്കിൽ പോലും വരട്ടെ. അതുകൊണ്ടാണല്ലോ ഞങ്ങൾ ആത്മവിശ്വാസത്തോടെ കഴിയുന്നത്. അല്ല, അത് വ്യവസ്ഥയില്ലാതെ പ്രവർത്തിക്കാൻ പാടില്ലല്ലോ. വ്യവസ്ഥയോടുകൂടി പ്രവർത്തിക്കണമല്ലോ. വ്യവസ്ഥയോടുകൂടിയാണല്ലോ ഞങ്ങൾ പ്രവർത്തിച്ചത്. ഇപ്പോൾ ഈ പറയുന്ന പിന്നെ സ്വർണ്ണപ്പീഠം വ്യവസ്ഥയോടുകൂടിയാണല്ലോ ഞങ്ങളുടെ കാലത്ത് കൊണ്ടുപോയത്. അത് അങ്ങനെ അല്ല എന്നാണല്ലോ 2019 വന്നിരിക്കുന്ന പരാമർശം. അപ്പോൾ സ്വാഭാവികമായും 2019 ആരെങ്കിലും സഹായിച്ചിട്ടുണ്ടോ, ഈ ഉണ്ണികൃഷ്ണൻ പോറ്റി ആരെങ്കിലും സഹായിച്ചിട്ടുണ്ടോ എന്നുള്ളതൊക്കെ അന്വേഷണത്തിൽ വെളിവായി വരേണ്ടതാണ്. ആ അന്വേഷണം നടക്കട്ടെ. ആ അന്വേഷണം നടക്കണമെന്ന് പറഞ്ഞുകൊണ്ടാണല്ലോ ഞങ്ങൾ സ്വാഭാവികമായും കോടതിയോട് ആവശ്യപ്പെട്ടത്. കോടതി ഒരു ഇൻവെസ്റ്റിഗേഷൻ ടീമിനെ പ്രഖ്യാപിച്ചു. പക്ഷെ അതേ സമയത്ത് ഈ സ്വർണ്ണപ്പാളി വിവാദത്തിലാണ് തുടങ്ങുന്നത്. ചെന്നൈയിൽ
എന്ത് വ്യവസ്ഥ കാറ്റിൽ പറത്തി എന്നാണ് പറയുന്നത്? അല്ല, സ്പെഷ്യൽ കമ്മീഷണർ അന്ന് ഉണ്ടായിരുന്നില്ല. സ്പെഷ്യൽ കമ്മീഷണർ അന്നല്ല, അതുമായി ബന്ധപ്പെട്ട് 2-3 മാസം ഉണ്ടായിരുന്നില്ല. അദ്ദേഹത്തിന് ചികിത്സയുമായി ബന്ധപ്പെട്ടാണ്. പക്ഷെ ഞാൻ മനസ്സിലാക്കുന്നത് അന്വേഷണ ഉദ്യോഗസ്ഥർ അദ്ദേഹത്തെ അറിയിക്കാൻ താമസിച്ചു പോയി എന്നുള്ളതാണ്, അറിയിക്കാതെയൊന്നുമല്ല. നിങ്ങൾ നോക്കൂ, അങ്ങനെ അറിയിക്കാതെ നിങ്ങളൊക്കെ ചില ഓൺലൈൻ ചാനൽ പറഞ്ഞ പോലെ പാതിരാത്രിയിൽ മോഷ്ടിച്ചുകൊണ്ട് പോയതാണോ? കൃത്യമായ പ്രൊസീജിയറാണെന്നേ. കൃത്യമായ പ്രൊസീജിയറാണ്. ഈ ഉണ്ണികൃഷ്ണൻ പോയിട്ട് ഞങ്ങളോടും പറഞ്ഞല്ലോ, എൻ്റെ തന്നു വിടണമെന്ന്. ഞങ്ങൾ തയ്യാറായില്ലല്ലോ. എന്താ അതിൻ്റെ പറഞ്ഞോട്ടെ, ഞങ്ങളോടും പറഞ്ഞല്ലോ തന്നു വിടണമെന്ന്. ഞങ്ങളെന്താ തയ്യാറാകാത്തത്? ഞങ്ങൾ തയ്യാറായില്ല. ഞങ്ങൾ പറഞ്ഞാൽ ഞങ്ങൾക്കൊരു പ്രൊസീജിയറുണ്ട്, അത് പാലിച്ചേ ചെയ്യാൻ പറ്റുള്ളൂ. തിരുവാഭരണ കമ്മീഷണർ അവിടെ പോയി. ഞങ്ങളുടെ ദേവസ്വം വിജിലൻസ് എന്ന് പറയുന്നത് ദേവസ്വം ഉദ്യോഗസ്ഥന്മാരല്ല, പോലീസിൽ നിന്ന് വന്ന ഡെപ്യൂട്ടേഷൻ വന്ന ഉദ്യോഗസ്ഥന്മാരാണ് വിജിലൻസിന്റെ സാന്നിധ്യത്തിൽ. തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് PS പ്രശാന്ത് മാധ്യമങ്ങളെ കാണുകയാണ്. സ്വർണ്ണപ്പാളി വിവാദവുമായി ബന്ധപ്പെട്ട് എവിടെയാണ് പാളിച്ച പറ്റിയത് എന്നുള്ള കാര്യത്തിലാണ് ഇപ്പോൾ തർക്കം. അപ്പൊ ഞങ്ങളുടെ കാലത്തല്ല എന്ന് പറഞ്ഞുകൊണ്ട് അദ്ദേഹം അതിനെ ന്യായീകരിക്കുന്നു. അതുകൊണ്ട് അന്വേഷണം കഴിയുന്നതുവരെ നിങ്ങളൊക്കെ അടങ്ങിയിരിക്കും എന്നാണ് അദ്ദേഹം ആവശ്യപ്പെടുന്നത്. കാരണം അത് കേരളത്തിൽ നടപ്പില്ല. കാരണം കേരളത്തിൽ സ്വാഭാവികമായും ഇത്തരം ആരോപണങ്ങൾ, പ്രത്യക്ഷമായ ആരോപണങ്ങൾ വരുമ്പോൾ സ്വാഭാവികമായും രാഷ്ട്രീയമായ സമ്മർദ്ദമുണ്ടാകും, രാജിക്കായുള്ള ആവശ്യമൊക്കെ ഉയരുമെന്നുള്ള കാര്യം സ്വാഭാവികമാണ്.